ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നവർക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മളുടെ ജ്വല്ലറി പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും, എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അനിൽഡ എന്നാണ്. നമ്മളുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. ബിസിനസ്സിന് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസ് നമ്മൾ ഹോൾസെയിലായിട്ട് നൽകുന്നുണ്ട്. എങ്ങനെയാണ് ജ്വല്ലറി ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജ്വല്ലറി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസും നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ജ്വല്ലറി പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പാക്കിംഗ് കവറാണ്. നമ്മൾ ജ്വല്ലറി ഐറ്റംസ് ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കവർ കിട്ടുന്നുണ്ട് എങ്കിൽ അത് പലപ്പോഴും ചുളുങ്ങിയിട്ടുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പാക്കിംഗ് കവർ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പാക്കിംഗ് കവറിനകത്ത് നമുക്ക് ജ്വല്ലറി ഐറ്റംസ് നല്ല വൃത്തിയിൽ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പാക്ക് ചെയ്തിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് നമുക്ക് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു പേപ്പർ മാത്രമല്ല കേട്ടോ, മറ്റൊരുപാട് ഐറ്റംസ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ള ജ്വല്ലറി ഐറ്റംസ് ഇതിനുള്ളിൽ വെക്കാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് റാപ്പ് റൗണ്ട് ഷീറ്റ്, നമുക്ക് ബബിൾ റാപ്പ് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ബബിൾ റാപ്പ് കൂടെ ഇതിൻ്റെ അകത്ത് വെച്ച് ഇത് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ എന്ത് പ്രോഡക്റ്റ് വിൽക്കുമ്പോഴും MRP പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ MRP ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിക്കറും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ബബിൾ റാപ്പ് ചെയ്ത് സാധാരണ നമ്മളുടെ ആമസോണിൻ്റെ ഒക്കെ ഒരു പാക്കിംഗ് കവർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രോഡക്റ്റ് ഇട്ട് നമ്മൾ അയക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ജ്വല്ലറി ഐറ്റംസ് നല്ല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാക്കിംഗ് ഐറ്റംസ് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഓർഡർ തന്ന 4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജ്വല്ലറി പാക്കിംഗ് ഐറ്റംസ് വേണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ജ്വല്ലറി ബിസിനസ് എങ്ങനെ തുടങ്ങാം, എങ്ങനെ വിജയിപ്പിക്കാം, എങ്ങനെ പ്രോഡക്റ്റ് അയക്കാം, എങ്ങനെ ഓർഡർ പിടിക്കാം, എവിടെ നിന്ന് ജ്വല്ലറി ഐറ്റംസ് വാങ്ങാം, ഞങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്, എങ്ങനെയാണ് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള നമ്മളുടെ ട്രെയിനിങ് സെക്ഷനും ഉണ്ട്. ലൈവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് കേട്ടോ. ആ ഒരു ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ വാട്സാപ്പിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഇത്തരത്തിലുള്ള ഒരു ജ്വല്ലറി ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിനിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയാനായിട്ട് താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.